ഹായ് ഓൾ, ഇന്നൊരു സ്പെഷ്യൽ മീൻകറി തന്നെ ഉണ്ടാക്കിയാലോ. അതിനായി 1 ടേബിൾ സ്പൂൺ അരി വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം അരി വറുക്കാൻ. 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും അരിയുടെ നിറം മാറി പൊട്ടിത്തുടങ്ങും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്തിളക്കാം. ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 3 മിനിറ്റോളം ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. 2 തക്കാളി ചെറുതായി മുറിച്ചതും 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വയ്ക്കാം. ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കാം. 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം. 2 പച്ചമുളകും 1/2 കപ്പ് ചുവന്നുള്ളി മുറിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പും പുളിവെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായി തിളയ്ക്കുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനും 1 മാങ്ങ നീളത്തിലരിഞ്ഞു വെച്ചതും ചേർത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 15 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.